മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു എന്ന് പറയുമ്പോൾ തന്നെ ഇനി അറസ്റ്റ് ചെയ്യപ്പെടാനുള്ളത് സിദ്ദിഖാണ്. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താൽ മുകേഷിനെ പോലെ ആവില്ല. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താൽ അത് അറസ്റ്റാണ്, അത് ജയിലിലേക്ക് പോകേണ്ടതാണ്, ജയിലിൽ കിടക്കേണ്ടി വരും, ഒരു സംശയവുമില്ല. ലുക്കൌട്ട് നോട്ടീസ് അടക്കം പോലീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സിദ്ദിഖ് ഇപ്പോൾ എവിടെയാണ് എന്ന് ഏതെങ്കിലും തരത്തിലുള്ള അറിവുണ്ടോ? തീർച്ചയായും നമുക്ക് ലഭ്യമായ ഒരു വിവരപ്രകാരം, നേരത്തെ നമുക്ക് ലഭിച്ചിരുന്ന ഒരു വിവരപ്രകാരം സൈബർ പോലീസ് ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തുന്നത്. സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ അവസാനമായി ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് പാലാരിവട്ടത്താണ് എന്നൊരു വിവരമാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. അവസാനമായി സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ പാലാരിവട്ടത്ത് വെച്ച് ഓൺ ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. പക്ഷേ ഇപ്പോൾ എവിടെയാണ് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. പല സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ലഭ്യമായിരിക്കുന്ന ഏക വിവരം ഇത് മാത്രമാണ്. സിദ്ദിഖ് രാജ്യം വിട്ടു പോകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ അന്വേഷണ സംഘം കരുതുന്നില്ല. സിദ്ദിഖ് കേരളത്തിൽ തന്നെ ഉണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ അനുമാനം. MS ഒരു സ്വകാര്യ ഹോട്ടലിലാണ് എന്നുള്ള രീതിയിലുള്ള ഊഹാപോഹങ്ങളൊക്കെ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കൊച്ചിയിലെ വീട്ടിൽ സിദ്ദിഖില്ല എന്ന് നിതിൻ സൂചിപ്പിക്കുകയുണ്ടായി. സിദ്ദിഖിനായിട്ട് ലുക്കൌട്ട് നോട്ടീസ്, ലുക്കൌട്ട് സർക്കുലർ പോലീസ് നൽകിയ സ്ഥിതിക്ക് ഈ ആർക്ക് വേണമെങ്കിലും പൊതുജനം മുഴുവൻ, പ്രേക്ഷകർ മുഴുവനും ഇത് ശ്രദ്ധയോടുകൂടി കാണുക. സിദ്ദിഖിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുക എന്നുള്ളതാണ് ലുക്കൌട്ട് നോട്ടീസിലൂടെ വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തി ഒരു സിനിമാ നടൻ എന്നുള്ള നിലയ്ക്ക് പൊതുസ്ഥലത്ത് പലതരത്തിലുള്ള വേഷങ്ങളിലാണ് വരാറുള്ളത്. സിദ്ദിഖ് അതാത് സിനിമകളിൽ അഭിനയിക്കുന്ന വേഷങ്ങളുടെ രൂപത്തിൽ തന്നെ പല ഘട്ടങ്ങളിലും പൊതുവേദികളിലൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് ആൾമാറാട്ടം എന്നിവയ്ക്കൊക്കെ വലിയ സാധ്യതയുമുണ്ട്. ഞാനത് കടന്നു കയറി പറയുന്നതല്ല. എങ്കിലും ഇത് ലൈംഗിക പീഡനം, ബലാത്സംഗം അടക്കമുള്ള കേസുകളിൽ പ്രതി ചേർക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ, അറസ്റ്റ് ചെയ്യേണ്ടതാണ് എന്ന് വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് അങ്ങേയറ്റത്തെ കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത് കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നിതിൻ സൂചിപ്പിച്ചതുപോലെ സൈബർ പോലീസിന്റെ കൂടി സഹായത്തോടു കൂടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുമായി കൂട്ടിച്ചേർക്കാവുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ നിതിൻ? ഇല്ലെങ്കിൽ നമ്മൾക്കൊരു ഇടവേളയിലേക്ക് പോകാം. അതായത് സിദ്ദിഖ് അവസാനമായി ഫോൺ ഉപയോഗിച്ചെന്ന് സൈബർ പോലീസ് കണ്ടെത്തിയത് പാലാരിവട്ടത്താണ്. പാലാരിവട്ടത്ത് വെച്ച് സിദ്ദിഖ് ഫോൺ ഓൺ ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് ലഭിച്ചിരിക്കുന്ന വിവരം. രാജ്യം വിട്ടു പോയിട്ടില്ല എന്ന് പോലീസ് ഉറപ്പിച്ചിരിക്കുന്നു. പക്ഷേ കൊച്ചിയിൽ ഉണ്ടോ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും സിദ്ദിഖ് ഉണ്ട് എന്ന് തന്നെയാണ് പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം. കൊച്ചിയിലാണോ അല്ലയോ എന്ന് മാത്രമാണ് സ്ഥിരീകരിക്കാനുള്ളത്. പ്രത്യേക അന്വേഷണ സംഘം അല്പസമയത്തിനകം തന്നെ കൊച്ചിയിലെത്തും. പ്രത്യേക അന്വേഷണ സംഘം വിവിധ ടീമുകളായി തിരിഞ്ഞ് പ്രാദേശിക പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. MS അതെ, സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നു. അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സുപ്രീം കോടതിയിലേക്ക് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി മറ്റൊരു രീതിയിലേക്ക് ശ്രമം നടത്തുന്നതിന് മുന്നേ തന്നെ സിദ്ദിഖിനെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്യാൻ, ക്രൈംബ്രാഞ്ച് മേധാവിയുടെ കൂടി നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സിദ്ദിഖിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിലേക്ക് കൂടി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിട്ട് വലിയ സമ്മർദ്ദമുണ്ടാക്കാൻ കഴിയും. സിദ്ദിഖിനെ സംബന്ധിച്ചിട്ട് അറസ്റ്റിലേക്ക് തലവെച്ച് കൊടുക്കുകയേ മാർഗമുള്ളൂ. അല്ലെങ്കിൽ സിദ്ദിഖിന്റെ ബന്ധുക്കളുടെ വീടുകൾ, സിദ്ദിഖിന്റെ സുഹൃത്തുക്കളുടെ വീടുകൾ, സിദ്ദിഖിന്റെ ആത്മസുഹൃത്തുക്കളുടെ വീടുകൾ, അവിടെയൊക്കെ സിദ്ദിഖ് ഉണ്ടോ എന്നുള്ള നിലയിലേക്ക് പോലീസിന് ചെന്ന് കയറേണ്ടി വരും. ആ ഒരു അസ്വാരസ്യം ഒഴിവാക്കുക എന്നുള്ള നിലയ്ക്ക് സിദ്ദിഖിന്റെ മേൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് സമ്മർദ്ദം ചെലുത്താൻ കഴിയും. പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ രീതികളിൽ ഒന്ന് എന്ന് പറയുന്നത് ആരെയാണോ അറസ്റ്റ് ചെയ്യാനുള്ളത് ആ അറസ്റ്റ് ചെയ്യാനുള്ള വ്യക്തി ഒളിവിലാണെങ്കിൽ 2-3 രീതികളിലാണ് അറസ്റ്റ് എളുപ്പത്തിലാക്കാൻ വേണ്ടി പോലീസ് ശ്രമിക്കാറുള്ളത്. ഒന്ന്, ഈ പറഞ്ഞ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ, ഏറ്റവും രക്തബന്ധമുള്ള ബന്ധുക്കളുടെ, ഒപ്പം തന്നെ ആത്മസുഹൃത്തുക്കളുടെ ഒക്കെ വീടുകളിലേക്ക്, ഓഫീസുകളിലേക്ക് അവിടെയുണ്ടോ എന്നറിയാൻ വേണ്ടി പോലീസുകാർ കയറിയിറങ്ങുന്ന അവസ്ഥ ഉണ്ടാവുന്നു. അതൊഴിവാക്കണം എന്ന രീതിയിൽ അവരിൽ നിന്ന് സമ്മർദ്ദമുണ്ടായേക്കാം. സിദ്ദിഖിനെ നേരിട്ട് ഫോൺ വിളിച്ചാൽ കിട്ടില്ലെങ്കിൽ പോലും അങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വന്നാൽ അത് ഒരർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തി സ്വയം അറസ്റ്റിലേക്ക് ചെന്ന് പെടാൻ ഇടയാക്കുന്ന രീതിയിലേക്ക് വരും. മറ്റൊന്ന്, ആ വ്യക്തിയുടെ അക്കൗണ്ടുകൾ, സാമ്പത്തികമായ കാര്യങ്ങൾ, ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ മറ്റൊരു രീതിയായിട്ട് വരികയും ചെയ്യുന്നു. എന്തായാലും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിനോയിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോകുന്നു. ഒരു ഭാഗത്ത് സിദ്ദിഖിന്റെ അറസ്റ്റ് ദ്രുതഗതിയിലാക്കാൻ ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ചും നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, സിദ്ദിഖിന്റെ അറസ്റ്റ് ദ്രുതഗതിയിൽ അന്വേഷണ സംഘം രേഖപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിട്ട് ഒരു പരാതി ഹൈക്കോടതിയുടെ മുമ്പിൽ ഇന്ന്
സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം തള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ വാദത്തിൽ വന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ മൊഴികളും സിദ്ദിഖിനെതിരായിട്ടും എല്ലാ സാക്ഷിമൊഴികളും ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നതായിട്ടും മൊഴികളിൽ വൈരുദ്ധ്യമില്ലാതിരുന്നിട്ടും സിദ്ദിഖിനെതിരെ അന്വേഷണ സംഘം കഴിഞ്ഞ 1.5 മാസത്തിനിടെ ഒരു ചോദ്യവും ചോദിച്ചില്ല, ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചില്ല എന്നത് ആളുടെ പ്രാബല്യത്തെ, അയാൾ പ്രബലനാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് എന്ന് വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയും കാലം ചോദ്യം ചെയ്യാതിരുന്നതിലൂടെ അന്വേഷണ സംഘം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അങ്ങനെ ചെയ്യാതിരുന്ന അന്വേഷണ സംഘം ഇപ്പോൾ അറസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഭരണകക്ഷി MLA തന്നെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു ശുഭസൂചനയായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കും. എന്തായാലും വിദേശ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത്. സുപ്രീം കോടതിയിൽ ഇപ്പോഴത്തെ ഹൈക്കോടതിയിൽ നിന്നുള്ള അറസ്റ്റ് ചെയ്യാനുള്ള ജാമ്യം നിഷേധിച്ചുള്ള ആ വിധി പകർപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ സുപ്രീം കോടതിയെ സമീപിക്കാൻ കഴിയുകയുള്ളൂ. സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാവകാശം ലഭിക്കുന്ന ആ നിമിഷം വരെയും സുരക്ഷിതമായ ഒരിടത്ത്, പൊതുസ്ഥലത്തൊന്നും പോവാതെ സുരക്ഷിതമായി രഹസ്യമായി ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നതായിരിക്കും സിദ്ദിഖിനെ സംബന്ധിച്ചിട്ട് അഭിഭാഷകർ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം. അത് പ്രകാരമായിരിക്കും ഏതോ ഒരു രഹസ്യ ഇടത്തിൽ സിദ്ദിഖ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഒരു സ്വകാര്യ ഹോട്ടലിലാണ് എന്നുള്ള നിലയ്ക്ക് ഊഹാപോഹങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് ഇങ്ങനെ അന്വേഷണ സംഘം നീങ്ങുമ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി, കേരള നിയമസഭയിലെ പ്രധാനപ്പെട്ട അംഗം മുകേഷ് MLA അറസ്റ്റിലായിരിക്കുന്നു. അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടും, അതിൽ സംശയമില്ല. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുന്നു. അതിനുശേഷം ജാമ്യത്തിൽ വിടുന്ന പ്രക്രിയ ഉണ്ടാവും. പക്ഷേ അറസ്റ്റിലായ MLA എന്ന് തന്നെയായിരിക്കും അതിനുശേഷം അതിൽ ഇനി വിടുതലുണ്ടാവുന്നത് വരെയും വിശേഷിപ്പിക്കാൻ കഴിയുക. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നാണ്, അതിന്റെ പല തലങ്ങളെക്കുറിച്ചാണ് ബിനോയ് സൂചിപ്പിച്ചത്. അതിനെ ഏത് രീതിയിൽ ഇനിയും അതുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങൾക്ക് സാധ്യതയുണ്ട് ബിനോയ്?